മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ട് ചണ്ഡധീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാഗ്രൻ തന്നെ കൺമാനായി വന്നീടിനാർ. ലാമലക്ഷ്മണന്മാരും ജാനകീ ദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാബോധാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപ്പേ പള്ളി കൊള്ളുന്ന ഭവൻ ദാതാവർത്തിക്ക മൂലം ഭൂപാരം കളവാനായി ജാതനായത് ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്നന്മാർ സംഘചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിയിടുവാനെന്നു നൂനം നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിവർണ്ണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും ജെല്ലുകളും ചെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവാനകവും. രാമവാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്ന് നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേഹമസ്തവ്യക്തമായി ചമഞ്ഞിതുനാഥ. ശ്രുത്വാ വൃത്താന്തമിദ്ധം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സുതീഷ്ണാശ്രമ പ്രവേശം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനായി വനവാസികളാൽ തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സൽസംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞത് വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. വിഖ്യാതമായ സുതീഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ജയപൂർണം സർവതൃഗുണഗണ സമ്പന്നമനുഭവം സർവകാലാനന്ദദാനോദയമത്യത്ഭുതം സർവപാദഫലതാകുൽപസംകുലസ്ഥലം സർവസൽപക്ഷിമൃഗഭുജംഗനിഷേവിധം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരഥൻ മുനി സംഭ്രമത്തോട് ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്ന് സംപൂജിച്ചരുളിനാൻ അർഘ്യപാത്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജലനേത്രനായി സകൽഗതം ഭക്തവത്സരനായ രാഘവനോടു ചൊന്നാൻ. സുതീഷ്ണസ്തുതി. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കരമുഖവന്ധ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്വത്വം ത്വൽഭക്തഭൃത്യഭൃത്യഭൃത്യനായിടേണം ഞാൻ ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കണം. പുത്രഭാര്യാർത്ഥ നിലയന്തകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടും എന്നെ നിന്തിരുപടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധി. മൂത്രമാംസാമേദ്യാന്ത്ര പുൽഗല പിണ്ഡമാകും ഗാത്രമോർത്തോളം അധികസ്മലം അതിങ്കലുള്ളസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ച് ആർത്തിനാശനാഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപഫലദാന തൽപരൻ ഭവൻ ദേവപാദപങ്ങളെ പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായ
ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാൽപരം നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിരേ അദ്ദൈവവച്ചരണം ഭുജയുഗ്മം മമ പ്രത്യക്ഷമായി വന്നിത് മത്തപോപരവസൽ ത്വൻമന്ത്രജപവിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായോരു ഭവദ്രൂപം ത്വന്മായാ വിടംബരരചിതം മാനുഷ്യകം മന്മദകോടി കോടി സുഭകം കമനീയം കാരുണ്യപൂർണ്ണ നേത്രം കാർമുഖപാണതരം സ്മേര സുന്ദരമുഖം അജിനാംബരതരം സീതാ സംയുതം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം നീലധീരത കളേവരം കോമളം അതിശാന്തം അനന്ത ഗുണമഭിരാമമാത്മാരാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമധ്യ മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം മുറ്റീടം ഭക്താനാമമുച്ചരിക്കായിടേണം മറ്റൊരു വരമപേക്ഷിക്കും തേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദാസവം പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരും ചിത്തം ഞാൻ അറിഞ്ഞത്രേ കൺമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായ സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നീടുമല്ലോ ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചീടും സൽകൃതി പ്രവരനാം മർത്യന് വിശേഷിച്ചും സൽഭക്തി സംഭവിച്ചീടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താമസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹദാചേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്നിച്ചുകൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനെ യുദ്ധം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ടനും അസ്തുതേ ഭദ്ര അത് തോന്നിയതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നെടുത്ത നാൾ വട്ടമെന്നിയെ വസിക്കണമെന്നിവിടണം ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ പോയി കാണാമല്ലോ യുദ്ധമാനന്ദം കൊണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നത് രാമൻ അഗസ്ത്യാനുശാസ്ത്രമേ ജപം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ